നായകനാകുന്ന തമിഴ് ചിത്രം ജീനിയിലെ ആദ്യ ഗാനത്തിലെ കല്യാണി പ്രിയദർശന്റെ പ്രകടനത്തെക്കുറിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ ചേരിതിരിഞ്ഞ വാദപ്രതിവാദങ്ങൾ. ആരാധകരെ ആകെ ഞെട്ടിച്ച് അപ്രതീക്ഷിതമായിട്ടായിരുന്നു കല്യാണിയുടെ ഡാൻസ് നമ്പർ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയത്. കല്യാണിയുടെ പ്രകടനത്തെ ചിലർ പ്രശംസിക്കുമ്പോൾ വിമർശനമായി മറ്റൊരു കൂട്ടരും രംഗത്തുണ്ട്. ആഗോള ഹിറ്റായി മാറിയ ലോക ചാപ്റ്റർ 1 ചന്ദ്രയ്ക്ക് ശേഷം കല്യാണിയുടെ ഒരു ചിത്രത്തെ സംബന്ധിച്ച് വരുന്ന ആദ്യ അപ്ഡേറ്റാണ് ജീനിയുടേത്. AR റഹ്മാൻ ഒരുക്കിയ അബ്ഡി അബ്ഡി എന്ന ഗാനമാണ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടത്. പാട്ടിൽ രവി മോഹനും കൃതി ഷെട്ടിക്കുമൊപ്പം ഞെട്ടിക്കുന്ന പ്രകടനമാണ് കല്യാണി കാഴ്ചവെച്ചത്. പാട്ടിൽ ഗ്ലാമറസായി എത്തിയ താരം ബെല്ലി ഡാൻസിൽ തിളങ്ങി പാട്ടിലുടനീളം വലിയ എനർജിയാണ് പ്രകടിപ്പിച്ചത്. പ്രകടനത്തിന് പുറമെ കല്യാണിയുടെ ലുക്കിനെയും പ്രശംസിച്ച ആരാധകരെത്തി. എന്നാൽ വലിയൊരു വിജയത്തിന്റെ ഉയരത്തിൽ നിൽക്കുമ്പോൾ അന്യഭാഷയിൽ കേവലം ഒരു ഐറ്റം ഡാൻസിന് കല്യാണി തയ്യാറായിരുന്നോ എന്ന് ചോദിക്കുന്നവരും ഒട്ടേറെയാണ്. കല്യാണിയുടെയും കൃതിഷെട്ടിയുടെയും പ്രായം താരതമ്യം ചെയ്യുമ്പോൾ അവിടെയും വിമർശനങ്ങൾ വരുന്നു. 22-കാരിയായ കൃതിഷെട്ടിക്ക് മുന്നിൽ 32-കാരിയായ കല്യാണിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ലെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. കല്യാണിയേക്കാൾ നന്നായി കൃതിഷെട്ടി ആണെന്നും ഇത്തരം രംഗങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ അവർ പ്രൊഫഷണൽ ആണെന്നും അഭിപ്രായമുണ്ട്. ഭാവങ്ങൾ കല്യാണിയേക്കാൾ നന്നായി അവതരിപ്പിക്കുന്ന കൃതിയാണെന്നും ചിലർ പറഞ്ഞു. കല്യാണി ഗ്ലാമർ വേഷം ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചില്ലെന്നും ഇത്തരമൊരു മേക്ക് ഓവർ വേണ്ടായിരുന്നുവെന്നും അഭിപ്രായപ്പെടുന്നവരുണ്ട്. ലോക വിജയിച്ചു നിൽക്കുമ്പോൾ ഇത്തരമൊരു വേഷത്തിന് തലവെക്കേണ്ടായിരുന്നു, ശരീരപ്രദർശനം വേണ്ടായിരുന്നു. നിന്നെ കണ്ടത് അയലത്തെ വീട്ടിലെ അനിയത്തിയെപ്പോലെ ആക്ഷൻ ഹീറോ കത്തി നിൽക്കുമ്പോൾ ഗ്ലാമർ വേഷം വേണമായിരുന്നോ കല്യാണി? ആളാകെ മാറിപ്പോയി എന്നെല്ലാം കമന്റുകൾ വരുന്നുണ്ട്. ചിലർ വിമർശനങ്ങൾ അതിരു കടന്ന് അധിക്ഷേപമായും മാറി. ഇത്തരം ഉയരങ്ങളിൽ നിൽക്കുന്ന സമയത്ത് ഇറങ്ങുമെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ കല്യാണി ജീനി തിരഞ്ഞെടുക്കുമെന്ന് തോന്നുന്നില്ല. ലോകയുടെ വിജയത്തിന് ശേഷം ഇറങ്ങേണ്ടിയിരുന്നത് ഇതല്ല. കൃതിയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കല്യാണിക്ക് സാധിക്കുന്നില്ല. ഇത് കല്യാണിക്ക് പറ്റിയതല്ല. മടങ്ങിപ്പോകും മകളെ. ലേഡി സൂപ്പർ സ്റ്റാറായി മാറി കല്യാണി അന്യഭാഷകൾ അനാവശ്യം വേഷങ്ങൾ ചെയ്യുന്നത് നിർത്തണം തുടങ്ങിയ ആവശ്യങ്ങളും സോഷ്യൽ മീഡിയയിലുണ്ട്. 300 കോടി അടിക്കാൻ പോകുന്ന നായിക തമിഴിൽ 100 കോടി മാർക്കറ്റ് പോലും ഇല്ലാത്ത നടന്റെ കൂടെ ഐറ്റം ഡാൻസ് കളിക്കുന്നു എന്നും ചിലർ വിമർശിച്ചു. അതേസമയം സിനിമകളിൽ ഐറ്റം ഡാൻസുകളുടെ ആവശ്യകത തന്നെ ചോദ്യം ചെയ്തവരും കുറവല്ല. സ്ത്രീകളെ ഗ്ലാമർ വേഷത്തിൽ അവതരിപ്പിക്കുന്ന സിനിമകൾ മാറണം, കണ്ടന്റിനെ ആശ്രയിച്ചാകണം സിനിമ എന്നാണ് ഇത്തരക്കാരുടെ അഭിപ്രായം. അഭിനേതാവെന്ന നിലയിൽ പുതിയ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ തയ്യാറാണെന്നും അത്തരത്തിൽ ഒന്നാണ് ഈ ഡാൻസ് നമ്പർ എന്നും കല്യാണി നേരത്തെ പ്രതികരിച്ചിരുന്നു. സംവിധായകൻ ഭുവനേഷ് ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇത്രയും കൊമേഴ്ഷ്യലായ ഗാനത്തെ അദ്ദേഹം എത്ര മനോഹരമായാണ് ചിത്രത്തിൽ കഥയിലൂടെ ഭാഗമായി മാറ്റിയതെന്ന് അത്ഭുതപ്പെട്ടുപോയി. ഒരുപാട് കഠിനാധ്വാനം ചെയ്ത് പുതിയൊരു കാര്യം പരീക്ഷിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ ശരിക്കും പ്രതീക്ഷിക്കുന്നു, കല്യാണി എക്സിൽ പറഞ്ഞു. അറബിക് സ്റ്റൈലുള്ള പാട്ട് എഴുതിയത് മഷൂർ റഹ്മാൻ ആണ്. മൈസ മരായും ദീപ്തി സുരേഷും ചേർന്ന് പാടിയിരിക്കുന്നു. ഫ്രീക്കാണ് റാപ്പ് ആലപിച്ചിരിക്കുന്നത്. കല്യാണിയുടെയും കൃതി ഷെട്ടിയുടെയും ബെല്ലി ഡാൻസാണ് പാട്ടിന്റെ പ്രത്യേകത. ജയനവിയെ നായകനാക്കി അർജുൻ ജൂനിയർ സംവിധാനം ചെയ്ത ജീനി നിർമ്മിച്ചത് വെൽ ഫീൽസ് ഇന്റർനാഷണലിന്റെ ബാനറിൽ ഡോക്ടർ ഇഷാരി കെ ഗണേഷാണ്. കല്യാണിക്കും കൃതി ഷെട്ടിക്കും പുറമെ വാണിബ ഗബ്ബി, ദേവയാനി തുടങ്ങിയവരും പ്രധാന വേഷത്തിലെത്തുന്നു.